ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാട്ടോ. ഈസ്റ്റർ നെസ്റ്റാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി ഈസ്റ്ററിന് എന്തായാലും കട്ട്ലറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈസ്റ്റർ നെസ്റ്റും ആയി കട്ട്ലറ്റും ആയി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനൊരു പാത്രം ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടയണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല ഷേപ്പാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഉപ്പിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് 2 ബ്രെഡ് പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ കുഴിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കിളിക്കൂടിൻ്റെ ആ ഒരു ഷേപ്പിന് നമുക്കിത് കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടേൻ്റെ മിക്സിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്യണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് മുട്ടേൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് കവർ ചെയ്യുന്നത് സേമിയ വെച്ചിട്ടാണ് കേട്ടോ, ആ കിളിക്കൂടിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യുക, സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഉള്ളൊക്കെ നല്ല വെന്തിരിക്കുന്നതാണ്, ഉരുളക്കിഴങ്ങൊക്കെ വെന്തതായതുകൊണ്ട് തന്നെ ഈ സേമിയ ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മളിനി ഇത് ചെയ്യേണ്ടത്, ഈ കാണുന്ന കുഴികളുണ്ടല്ലോ, ഈ കുഴിയിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമുക്ക് പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് സോസിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതിനുള്ളിൽ തന്നെ സോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ ഇതിലും നമുക്ക് എന്ത് വെച്ച് കൊടുക്കാം, ഈ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്നെങ്കിൽ മല്ലിയിലോ അല്ലെങ്കിൽ കരിവേപ്പില അതിലേതെങ്കിലും ഒന്നെടുത്തിട്ട് ഇതിൻ്റെ എല്ലാത്തിലും ഓരോരോന്ന് വെച്ച് കൊടുത്താൽ കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഞാനിപ്പോൾ കറിവേപ്പിലേൻ്റെ ചെറിയ തളിരുണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതുപോലെ എല്ലാത്തിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് മെയിനായിട്ടുള്ള സംഭവം വരുന്നത്, നമ്മുടെ കാടമുട്ട പുഴുങ്ങിയത് കേട്ടോ. കാടമുട്ട പുഴുങ്ങിയിട്ട് ഇതിന് മേലങ്ങ് വെച്ച് കൊടുത്താൽ നമ്മുടെ ഈസ്റ്റർ നെസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഈസ്റ്ററിനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈസ്റ്ററിന് എല്ലാവരും എളുപ്പത്തിൽ ഈസ്റ്റർ നെസ്റ്റ് ഉണ്ടാക്കട്ടെ. അല്ലാത്തവർ ഈവനിങ് സ്നാക്കായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്